വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. ഉത്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ഞായറാഴ്ചയിൽ തിരുവചനത്തിലുള്ള കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അവിടുത്തോടും തമ്മിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കണമെന്ന കാര്യമാണ്. നമ്മളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്ന വലിയ ശക്തി വിശുദ്ധ കുർബാന തന്നെയാണ്, നമുക്കറിയാം. ഈ കുർബാന നമ്മൾ പങ്കുചേരുമ്പോൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമുക്ക് എല്ലാവരോടും സ്നേഹത്തിലും കൂട്ടായ്മയിലായിരിക്കാൻ പരിശ്രമിക്കാം. ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുമായിട്ടും നമ്മളോട് തന്നെയും നമ്മൾ കൂട്ടായ്മയിലായിരിക്കണം, സ്നേഹത്തിലായിരിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഓർക്കാൻ നമുക്ക് അവയെപ്പറ്റി പശ്ചാത്തപിക്കാം. നിർമ്മലമായ ഹൃദയത്തോടും മനസ്സോടും കൂടി കർത്താവിൻ്റെ പേരിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിലെ നവീകരണത്തിനു വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രവർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സൈന്യങ്ങൾ തന്നതിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. കരഘോഷങ്ങൾ മുഴക്കിടുവിൻ തിരുസന്നിധിയിൽ ജനതകളെ. ആഹ്ലാദാരവമുയരട്ടെ ദൈവത്തിൻ തിരുഭവനത്തിൽ. ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തന ഗീതം മീട്ടിടുവിൻ, നമ്മുടെ രാജാവനല്ലോ. ഭൂവിന്നതിപരും മധുമയമാം കീർത്തന ഗീതം പാടിടാൻ ജനതയ്ക്കെല്ലാം അതിനാഥൻ നിത്യം വാഴ്വു ത്രോണോസിൽ. കർത്താവുന്നതനാകുന്നു, സ്തുത്യർഹൻ നിജ നഗരത്തിൽ. ഉന്നതമവനുടെ പുണ്യഗിരി, മഞ്ഞിനു മുഴുവൻ സാഘോഷം. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാഥ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക്. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 52-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്തോഷം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ, കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തന്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിന്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവമകത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. വിരുന്നല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക്. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 11 മുതൽ. പിതാവേ ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി ജനതകളായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് ചെയ്ത പരിച്ഛേദനമുള്ളവരെന്ന് കരുതപ്പെടുന്നവരാൽ നിങ്ങൾ അപരിച്ഛേദരെന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഓർക്കുക. ആ സമയത്ത് നിങ്ങൾ മിശിഹായിലല്ലാതെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അനുയായവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടികൾക്ക് അപരിചിതരും പ്രത്യാശരഹിതരും ലോകത്തിൽ നിരീശ്വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരത്തായിരുന്ന നിങ്ങൾ ഈശോ മിശിഹായുടെ രക്തത്തിൽ സമീപസ്ഥരായിരിക്കുന്നു. എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം. തന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും പരസ്പരം വിഭജിക്കുന്ന മതിൽ ശത്രു തകർക്കുകയും ചെയ്തവൻ. ചട്ടങ്ങളുടെ കൽപ്പനകളടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നെ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. കുരിശ് വഴി തന്നിൽ ശത്രു നിഗ്രഹിച്ച് ഒരു ശരീരത്തെ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. അവൻ വന്ന് വിദൂരസ്ഥരായ ഞങ്ങളോട് സമാധാനം പ്രസംഗിച്ചു. സമാധാനം സമീപസ്ഥരോട്. കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അതിനാൽ ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരും സഹപൗരരും ദൈവത്തിന്റെ കുടുംബാംഗങ്ങളുമാണ്. ശ്രീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവർ. അതിന്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. അവനിൽ ഭവനമാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിന്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനത്താൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാൻ അതൊഴുക്കിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ. താതരും അതുപോൽ സുതരും പരിശുദ്ധാത്മാവെന്നും സ്തുതി ഉയരട്ടെ. അതിമുതൽക്കേ എന്നും നിത്യവും ആയി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി, നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ച പോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോക സ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അത് കാണാൻ അങ്ങ് എനിക്ക് നൽകിയവരും ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു.
എന്നെ അങ്ങാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് കാലത്തിൻ്റെ 6ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷനാണ് വായിച്ചു കേട്ടത്. അത് വളരെ പ്രത്യേകമായിട്ട് അന്ത്യത്താഴവേളയിൽ ഈശോ അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന ഭാഗത്തു നിന്നാണ്. നമ്മൾ കേട്ട സുവിശേഷ ഭാഗവും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിനടുത്താണ് 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 1-2-3 കാര്യങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുവരുന്ന നല്ലതാണ്. ഒരു കാര്യം ഈശോ പറയുകയാണ്, പിതാവും ഞാനും എപ്പോഴും ഒന്നാണെന്ന കാര്യമാണ്. ഈശോ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ഈശോയും പിതാവും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവം ഒന്നാണ്. സത്താപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ എപ്പോഴും പിതാവുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. പ്രാർത്ഥനയിലൂടെ അവിടെ നിരന്തരം പിതാവുമായിട്ട് സമ്പർക്കത്തിലായിരുന്നു. പിതാവിന്റെ ഹിതം നിറവേറ്റുവാനാണ് ഈശോ എപ്പോഴും പരിശ്രമിച്ചിരുന്നത്. തന്റെ ഭക്ഷണം തന്നെയും പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതാണെന്ന് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് നമുക്കറിയാം. തന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും പിതൃഹിതത്തിന് തന്നെ സമർപ്പിച്ച യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ അവിടുന്ന് കാണാതെ പോയപ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ചെന്നു. പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ചു, മകനെ നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിന്റെ പിതാവും നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നില്ല. അപ്പോൾ ഈശോ പറഞ്ഞ വചനം എന്താണ്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അവസാനം കുരിശിൽ കിടക്കുമ്പോഴും പിതൃകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. തന്റെ വിജയത്തിന്റെയും നേട്ടങ്ങളുടെയും നിമിഷങ്ങളിൽ മാത്രമല്ല, പ്രയാസങ്ങളുടെയും ക്ലേശങ്ങളുടെയും പ്രത്യേകിച്ച് പീഡാനുഭവ വേളയിലൊക്കെയും പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന, പിതാവിന് തന്നെ സമർപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എപ്പോഴും ഈശോയും പിതാവും ഒന്നായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ ബലവും അത് തന്നെയായിരുന്നു. ഈശോയുടെ പ്രബോധനങ്ങളുടെ ശക്തിയും കരുത്തും ആധികാരികതയും ഈ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഐക്യത്തിലേക്ക് ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ അപ്പോസ്തലന്മാരെയും ക്ഷണിക്കുകയാണ്. പിതാവെ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നായി തീരുവാൻ വേണ്ടി. അപ്പൊ ഈശോയുടെ ആഗ്രഹമാണ് നമ്മളും ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിലെ ജനത മുഴുവനും അവിടത്തോടുകൂടി ഒന്നായി തീരണമെന്നാണ്. ഇതിനായിട്ട് ഈശോ പല മാർഗങ്ങളും കണ്ടുപിടിച്ചു നമുക്കറിയാം. നമ്മളെ ഈശോയിലേക്ക് ഒന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം മാമോദീസയിലൂടെയാണ്. നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ കർത്താവുമായിട്ട് ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. പാപത്തോട് വിട പറഞ്ഞ് ജീവനിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഓരോ മാമോദീസയുടെയും അർത്ഥം അതാണെന്ന് നമുക്കറിയാം. അങ്ങനെ മാമോദീസയിലൂടെ ത്രിത്വത്തിന്റെ ജീവിതവുമായിട്ട് സവിശേഷമാവിധം ഈശോയുടെ ജീവിതവുമായിട്ട് നമ്മൾ ഒന്നിച്ചു ചേരുക, ഒട്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാട്ടുമുന്തിരികളായിരുന്ന നമ്മളെ നാട്ടുമുന്തിരിയായി ഈശോട് ഒട്ടിച്ചു ചേർക്കുന്ന കാര്യത്തെ പറ്റി യെശയ്യാ പ്രവാചകൻ സൂചിപ്പിക്കുന്നുമുണ്ടല്ലോ. ഇങ്ങനെ കർത്താവിനോട് ഒന്നിച്ചു ചേർക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും കർത്താവ് അത് പറയും, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശിഖരങ്ങളാണ്. ശിഖരങ്ങളായ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടത് യഥാർത്ഥ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടായ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് കർത്താവിന്റെ വചനത്തിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാം. ഇങ്ങനെ ഈശോ നമ്മളെ തന്നോട് തന്നെ ഒട്ടിച്ചു ചേർക്കുകയാണ് കൂട്ടായ്മയിലായിരിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നത് പാപം ചെയ്യുമ്പോഴാണ്. പാപം ചെയ്ത് നമ്മൾ അകന്നു പോകുമ്പോൾ വീണ്ടും നമ്മളെ അടുപ്പിക്കുവാനായിട്ട് അവിടുന്ന് അനുരഞ്ജനത്തിന്റെ കൂതാശ നമുക്ക് തന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ ലോക്ക്ഡൌൺ പീരീഡിലായിരിക്കുമ്പോൾ അനുരഞ്ജനത്തിന്റെ കൂതാശകൾക്ക് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ വാക്കാലോ പ്രവൃത്തിയാലോ
ഉപേക്ഷയാലോ ഏതെങ്കിലും വിധത്തിൽ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ അനുദപിച്ച് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വന്ന് വിശുദ്ധ ബലിയിൽ ആത്മീയമായി പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും നമുക്ക് കഴിയുമെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞത് നമുക്ക് ഓർക്കാം. അപ്പൊ അങ്ങനെ അനുരഞ്ജന കൂദാശയിലൂടെ കർത്താവ് നമ്മൾ ഒട്ടിച്ചേർക്കുകയാണ്. തന്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി തന്നുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നമ്മളെ തന്നിലേക്ക് ഒട്ടിച്ചു ചേർക്കുന്നു, അടുപ്പിക്കുക ചെയ്യും. തിരുവചനങ്ങൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിതാവും ഈശോയും ഒന്നായിരിക്കുന്ന പോലെ ആ ഐക്യത്തിൽ തന്റെ ശിഷ്യന്മാരും മാമോദീസയിലൂടെ അവിടുത്തെ ശരീരത്തിന്റെ അംഗങ്ങളായിത്തീരുന്ന നമ്മൾ ഓരോരുത്തരും ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. അതാണ് കർത്താവ് പറയുന്നത്, ഇങ്ങനെ ഒരുമയിലായിരിക്കുമ്പോഴാണ് ഞാൻ പിതാവേ അങ്ങാണ് എന്നെ അയച്ചതെന്ന് ലോകം അറിയുന്നത്. നമ്മൾ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരം: മനുഷ്യൻ നമ്മുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ സൽപ്രവർത്തികൾ മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുകയും എന്ന തിരുവചനം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അപ്പൊ നമ്മൾ ഈശോയോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർ ജ്ഞാനസ്നാനത്തിലൂടെ എങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ലോകം ഈശോയെ പറ്റി അറിയേണ്ടത്. അതാ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ സുവിശേഷവും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈശോയോട് ഒട്ടിച്ച് ചേർക്കപ്പെടുക മാത്രമല്ല, നമ്മൾ തമ്മിലും ഒട്ടിച്ച് ചേർക്കപ്പെടേണ്ടവരാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈശോ നമ്മൾ ഇന്ന് എഫേസ്യർക്കുള്ള ലേഖനം വായിക്കുകയുണ്ടായി. ആ ലേഖനത്തിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്, ഈശോയാണ് നമ്മുടെ സമാധാനം. വിദൂരത്തായിരുന്ന വിജാതിയരും സമീപത്തായിരുന്ന യഹൂദരും ഒന്നിച്ചു ചേർക്കപ്പെട്ടത് ഈശോയിലൂടെയാണ്. ഈശോ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, ഈശോ മരിച്ചപ്പോൾ, ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്റെ പെസഹാ രഹസ്യങ്ങളിലൂടെ ഈശോ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു, രഞ്ജിപ്പിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അകന്നിരുന്നവരെയും അടുത്തിരുന്നവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് രമ്യതയുടെ ശുശ്രൂഷയാണ് കർത്താവായ ഈശോ പൂർത്തീകരിച്ചത്. അവിടുന്ന് തന്റെ ജീവിതത്തിലൂടെ അകൽച്ചകൾ അകറ്റി ഒരുമയിലേക്ക് മനുഷ്യവംശത്തെ മുഴുവൻ കൊണ്ടുവന്നു. അപ്പൊ ഈശോയിലൂടെ നമ്മൾ ത്രിത്വൈക ദൈവത്തോട് ഒന്നിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒന്നിപ്പിൽ ജീവിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഓർക്കാം, കൂട്ടായ്മയിലും സ്നേഹത്തിലും ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ സമൂഹ ജീവിതങ്ങളിലൊക്കെയും ഈ കൂട്ടായ്മ, പരസ്പര സ്നേഹം, ഹൃദയപരമായ ഐക്യം നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താം. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങൾ പറഞ്ഞ് അകന്നു പോകേണ്ട ഒരു അവസരമല്ല. കൂടുതൽ മനസ്സിലാക്കി, കൂടുതൽ സ്നേഹിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കൂടുതൽ ഐക്യത്തിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് ഈ കാലഘട്ടം നമ്മൾ കരുതേണ്ടത്. അതാണ് ഈശോയുടെ വചനം നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മളെപ്പറ്റി മാത്രം ചിന്തിച്ച് കഴിയുന്നവരാകാതെ അവരെ പറ്റി, മറ്റുള്ളവരെ പറ്റി, ഭർത്താവിനെ പറ്റി, ഭാര്യയെ പറ്റി, മക്കളെ പറ്റി, മാതാപിതാക്കളെ പറ്റി ചിന്ത, അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് ആവശ്യം എന്ന് നോക്കി അപ്രകാരം അത് ചെയ്തു കൊടുക്കുവാൻ കഴിയും. ഈ ലോക്ക്ഡൌണിന്റെ ആരംഭകാലത്തിൽ ഞാൻ എഴുതിയ സർക്കിളിലേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരികയാണ്. നമ്മുടെ അയൽപക്കത്തും നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയും നമുക്ക് ചിന്ത വേണം. അവന്റെ അടുപ്പിലും തീ എരിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവിടെ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ, അതോ അവിടെ പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, ക്ലേശങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ശാരീരികമായി അകലത്തിലാണെങ്കിലും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ചിന്തകൾ കൊണ്ടും മറ്റുള്ളവരോട് അടുത്ത് നിൽക്കേണ്ട ഒരു കാലഘട്ടം, അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അവസാനമായിട്ട് കർത്താവ് സൂചിപ്പിക്കുകയാണ്, യോഹന്നാൻ സുവിശേഷത്തിൽ പറയുകയാണ്, പിതാവേ, എന്നോടുള്ള സ്നേഹത്തെ പറ്റി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ്ങ് എന്നെ മഹത്വപ്പെടുത്തിയുണ്ടായി. ഇപ്പോൾ എന്നോട് യോജിച്ചു നിൽക്കുന്ന ഇവരും ഈ മഹത്വം കാണേണ്ടതിന് അവരെയും അങ്ങ് ഉയർത്തണമേ എന്ന് കൂടി കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം, മാമോദീസയിലൂടെ ഈശോയുമായിട്ട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട നമ്മുടെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇവിടെ ജീവിക്കണം, അധ്വാനിക്കണം, നേട്ടങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ പരമമായ ലക്ഷ്യം എന്താണ്? പിതാവ് ആദ്യകാലം മുതലേ പുത്രനിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ മഹത്വമാകട്ടെ, അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്.
യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ 1-ാം ലേഖനം 2-ാം അധ്യായത്തില് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയും, പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമുണ്ട്. എന്താണ് സമ്മാനം? അത് നിത്യജീവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിനെയും പുത്രനെയും അറിഞ്ഞ് ആ നിത്യജീവൻ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് കൂടി ഓർക്കുക. അപ്പൊ നമ്മള് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നു. അങ്ങനെ ഒന്നായിരിക്കുന്ന ആ ത്രിത്വൈക ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മനുഷ്യർക്ക് നന്മ ചെയ്ത് അവസാനം നിത്യത കരസ്ഥമാക്കുവാൻ, നിത്യമഹത്വം നേടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് ഓർക്കാം. ഇതിനായിട്ട് ഉള്ളതാണ് നമ്മുടെ ജീവിതം. ഈ നിത്യതയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യേണ്ടവരാണ് നമ്മൾ. ഈ പ്രയാണത്തിൽ നമ്മളാരും തനിയല്ല. നമുക്ക് മുന്നേ പോയിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ പറയും വിശുദ്ധരായ വ്യക്തികൾ. നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവരുണ്ട്. സമരത്തിലായിരിക്കുന്ന സഭ. ഈ സഭയിൽ കൂട്ടായ്മയിൽ ജീവിച്ച് മറ്റുള്ളവരോട് ചേർന്ന് ഈ യാത്രയും പ്രയാണം നടത്തേണ്ടവരാണ് നമ്മൾ. ഒപ്പം നമുക്ക് മുന്നേ പോയി സഹനത്തിലായിരിക്കുന്ന, ശുദ്ധീകരണത്തിലായിരിക്കുന്ന സഭാ സമൂഹമുണ്ട്. അവരെയും നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ അനേകം സാക്ഷികളോട് കൂടിയുള്ള ഒരു പ്രയാണമാണ്, യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് ഓർക്കാം. ഇന്നേ ദിവസം ഈ ജീവിതം, ഈ യാത്ര കർത്താവിനോട് ചേർന്ന് നന്നായി നടത്തുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കാർക്കും തനിയെ ഈ യാത്ര ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതുണ്ട്. ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളെയും കൂട്ടിയാണ് പിതാവിന്റെ മക്കളിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഒരു സമർപ്പിത സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹത്തിലെ ഒരംഗം മറ്റംഗങ്ങളെയും കൂട്ടിച്ചേർത്താണ് കൊണ്ടുപോകേണ്ടത്. ഒരു രൂപതയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് തനിയെ ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റുകയില്ല. എന്നോടുകൂടി അനേകരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പോകേണ്ടത്. അപ്പൊ പരസ്പരമുള്ള ഒരു ചിന്തയും ഒക്കെ നമുക്ക് കൂടി ആവശ്യമാണെന്ന് ഓർക്കാം. നമുക്കിതിനുള്ള കൃപ തരണമേ എന്ന് കർത്താവിനോട് പറയാം. എന്നും ത്രിത്വൈക ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ. പാപത്തെ വർജിച്ച് ദൈവ സ്നേഹത്തെ നിലനിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സഹോദരനെ പറ്റി എപ്പോഴും ചിന്തയുള്ളവരായി, മറ്റുള്ളവർക്ക് പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന മനുഷ്യരായി, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി ജീവിക്കാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരിയായി നമ്മൾ നിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ചിന്തയോടുകൂടി ആ ചിന്ത മനസ്സിൽ വെച്ച് എപ്പോഴും ദൈവത്തെ ഓർത്ത് ജീവിക്കാൻ നമുക്ക് ദൈവാനുഗ്രഹം അപേക്ഷിക്കാം. ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിന് നിരന്തരം നമ്മളെ സഹായിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആ പ്രത്യേകമായ അഭിഷേകത്തിനും വരദാനങ്ങൾക്ക് വേണ്ടി കൂടിയും ഈ കുർബാന നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ COVID-19 പിടിയിൽപ്പെട്ടുപോയ എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങളായിരിക്കുന്ന അനേകം ലോകത്തിലുള്ള അവരെയും ഓർക്കാം. നമുക്ക് മരിച്ചുപോയവരെ പറ്റിയും അകന്നിരിക്കുന്നവരെ പറ്റിയും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. അവർക്കും ശക്തിയും ബലവും കൊടുക്കണമെന്ന് കർത്താവിനോട് പറയാം. ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന അനേകര് അവരെ ഓർക്കാം. അവരുടെ ശുശ്രൂഷകൾ മടുപ്പ് കൂടാതെ കൂടുതൽ തീക്ഷ്ണതയോട് ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് രാഷ്ട്രങ്ങളെ നയിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകവും ആത്മാവിന്റെ നിറവും രാഷ്ട്ര നേതാക്കന്മാർക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ പിതാവിനെയും സഭ മുഴുവനെയും ഓർക്കാം. ഒരു നിമിഷം നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ദൈവത്തിങ്കിൽ ഉയർത്തിക്കൊണ്ട് ഇവയ്ക്കെല്ലാം വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നമുക്ക് തുടർന്ന് വരുന്ന കാരസൂസയിൽ പങ്കുചേർന്ന് സഭ മുഴുവന് വേണ്ടിയും ദൈവത്തിന്റെ അനുഗ്രഹം യാചിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ സത്യത്തിലേക്കും മരണത്തിൽ മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാന വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുറിച്ച് തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ ജീവൻ കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
പുനരുദ്ധാനത്തെ മഹത്വത്തിലേക്ക് ദൈവം നയിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അസുപാലകന്മാരെ സമർത്ഥമായി ഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താൽ രോഗത്താലും വലയുന്നവരും സ്വതത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വമാർന്ന പൂർണ്ണമായ ഉത്ഥാനത്തെയും വർണ്ണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദീപബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായി തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന് മഹത്വത്തിലേക്ക് ദൈവത്തെ നയിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ ത്രിപുരദക്ഷിണ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ, നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലി ജീവിതത്തെ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്ക്. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസെഫിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ എന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോ
നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മകിലോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പക്ഷാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവാൻ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസർ മരിച്ച ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച
സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവെന്ന് അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭൗതികമായ രഹസ്യങ്ങൾ ഉദാർ ചെയ്യപ്പെടുന്നു. പുരോഗതി ശ്രേഷ്ഠൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സർവ്വമാനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ
ഞങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാൻ, വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനെതിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ജോസഫ് മെത്രാനും ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ വിശ്വാസികൾ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ബഹുമാനത്തിനായും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട്
തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്നോട് ക്ഷമിക്കണം കർത്താവ്, എന്റെ കാര്യങ്ങൾ പ്രത്യാശപ്പെടുന്ന സമൂഹത്തെ കർത്താവായ ദൈവമേ, വിശാലത്തിൽ കല്ലട സാധിച്ചു. അവിടുത്തെ സിംഹാസനമായി ബലിപീഠത്തെയും പാപമോചകമായ തിരിച്ചരക്തങ്ങളെയും ഒന്ന് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിര പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞോടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നിന്റെ തിരുശരീര രക്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവ് അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് കൗതാശമായി ഈശോയെ സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ആത്മീയമായി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതുകൊണ്ട് ആത്മീയമായുള്ള ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. എൻ്റെ ഈശോ, എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, എന്റെ സ്നേഹനാഥ, അങ്ങെപ്പോൾ എന്നെ അങ്ങേയ്ക്കായി സ്വീകരിക്കും. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങളിൽ അങ്ങയുടെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദപൂർവ്വം എതിരേൽക്കുകയും അങ്ങയുടെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് അങ്ങേക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സർവ്വരാജ്യത്തിൽ ഞങ്ങൾക്ക് നവമായ ജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, നിന്റെ
എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രതീക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ചിത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തെ സകല നീതിമാന്മാരോടും കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്ക് ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്ക് ആമേൻ. വിമോചനമേകിടുവാൻ പാലിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനി ഉത്ഥാനം പരമാനന്ദം ഉത്തിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. ആമേൻ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉദ്ഘോഷിക്കാൻ ദൈവം വരനിര ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാ പാവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോൾ എപ്പോഴും എന്നേക്ക് ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന് കബറുടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ പരിമൂല്യം നിറഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്ത് വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും വിളിക്കുന്ന അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയതിന്റെ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിതത്തിന്റെ മഹിനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സവരാകട്ടെ.
അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പദത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേയും സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.